നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമായിട്ട് തന്നെയാണ് ഈ മാസം കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് മേടക്കൂറിലാണ്. ഇവരെ സംബന്ധിച്ച് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. അതേപോലെ ലഗ്നാധിപതി സഹായസ്ഥാനത്ത് പോയി നിൽക്കുന്ന കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ പലരിൽ നിന്നും കിട്ടാനുള്ള യോഗമുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. മാത്രമല്ല കർമാധിപതി 12ലാണ്. അപ്പോൾ കർമാധിപതി 12ാം ഭാവത്തിൽ ആഭാധിപത്യം വഹിച്ച് നിൽക്കുമ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ദോഷമായിട്ട് വരാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബാധയിലാണ് രാഹു നിൽക്കുന്ന. നാഗദോഷ പരിഹാരം ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അത് 7ര ശനിയാണ്. വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. കാരണം 4 വ്യാഴം എന്ന് പറയുമ്പോൾ അത്ര ചാരവശാൽ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമില്ല. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാളവ്യ യോഗത്തിൻ്റെതായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷം, നല്ല ഭക്ഷണം, വസ്ത്രം, സ്ത്രീസുഖം, അതുപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. എന്നാൽ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദന പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും 6ൽ നിൽക്കുന്ന കാരണം സ്വന്തം നല്ല ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവനവന് ദോഷമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന കാരണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാവും. അത് നല്ല ബുദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കർമാധിപതി സർവാഭിഷ്ടസ്ഥാനത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം ഉണ്ടാകും. പക്ഷേ 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകും. മുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3ൽ അപജയസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ദ്വിദ്വാദശ യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ 2ൽ ചൊവ്വ നിൽക്കുന്ന കാരണം കൊണ്ട് എടുത്തിയാടി സംസാരിക്കുകയും സംസാരം കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം മറ്റുള്ളവരോട് എടുത്തിയാടി സംസാരിക്കാതിരിക്കുക. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ യോഗമുണ്ട്. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാൻ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം, എടുത്തിയാട്ടം, തലവേദന, കാലുവേദന, കൈവേദന, ഇങ്ങനെയുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് വിട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. എന്തായാലും വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, നാഗപൂജ മുതലായിട്ടുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പരിഹാരങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടായാൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.